ദേശീയ പാർട്ടികൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്ന ഭാഷ സംസാരിച്ചിരുന്നില്ല. 6 വർഷത്തെ സഹവാസത്തിന് ശേഷം BJP-യിൽ നിന്ന് രാജിവെച്ച കെ അണ്ണാമലയുടെ രാജിക്കത്തിലെ വാചകമാണിത്. BJP-യായി നിന്നാൽ തമിഴ് ജനതയെ സ്വാധീനിക്കാനാവില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞാണ് അണ്ണാമലൈ രാജിവെക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ എവിടെയും BJP-ക്കെതിരായി ഒരു വാചകം പോലുമില്ല. അതിനർത്ഥം എന്താണ്? BJP ആശയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ തമിഴ് ജനതയെ ആ പക്ഷത്തേക്ക് കൊണ്ടുപോകാനുള്ള പുതിയ തന്ത്രങ്ങളുടെ ഭാഗമായാണോ അണ്ണാമലൈ BJP വിടുന്നതും പുതിയ പാർട്ടി രൂപീകരിക്കുന്നതും? അജിംസിന് എന്ത് തോന്നുന്നു? അണ്ണാമലൈ BJP വിട്ടതുകൊണ്ട് അദ്ദേഹം സംഘപരിവാർ ആശയങ്ങളിൽ നിന്ന് മാറുന്നുണ്ടോ? ഞാൻ ഇവിടെയാണോ ഔട്ട് ഓഫ് ഫോക്കസിലാണ്? ഞാൻ അത് എവിടെയായാലും ഇവിടെ വീണ്ടും വിശദമായി പറഞ്ഞിരുന്നു. അതെന്ന് വെച്ചാൽ അണ്ണാമലയെ സംബന്ധിച്ച് BJP-യുടെ ആശയത്തോടോ RSS-ന്റെ ഐഡിയോളജിയോടോ ഒന്നും ഒരു വിരോധവും ഇല്ല. അദ്ദേഹം അതിൻ്റെ പേരിലല്ല BJP വിടുന്നത്. RSS-ഉം BJP-യും മുന്നോട്ട് വയ്ക്കുന്ന അതിതീവ്ര ദേശീയതയോടോ ഹിന്ദുത്വ ഐഡിയോളജിയോടോ ഒന്നും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പിണക്കമോ അഭിപ്രായ വ്യത്യാസമില്ല. പ്രശ്നം എവിടെയാണ്? BJP എന്ന പാർട്ടിക്ക് തമിഴ്നാട്ടിൽ യാതൊരു സാധ്യതയും അദ്ദേഹം കാണുന്നില്ല. അത് അദ്ദേഹമാണോ കാണാതിരിക്കുന്നത്, അത് RSS തന്നെയാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അപ്പോൾ അദ്ദേഹം കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ, ഈ പാർട്ടി പറ്റില്ല, ഈ പാർട്ടിയുടെ ഐഡിയോളജി ഇവിടെ ഓടില്ല എന്ന് കരുതിയാൽ ആ ഐഡിയോളജിയല്ലേ എതിർക്കണ്ടേ? നിങ്ങളുടെ ഐഡിയോളജി തമിഴ്നാട്ടിൽ ചിലവാവില്ല, അപ്പോൾ ഈ ഐഡിയോളജി പ്രശ്നമുണ്ടെന്നല്ല അദ്ദേഹം തിരിച്ചറിയണ്ടേ? അദ്ദേഹം അങ്ങനെയല്ല തിരിച്ചറിയുന്നത്. ഈ ഐഡിയോളജിയിലൂടെ ജനങ്ങളെ സമീപിച്ചാൽ അവരെന്ത് ചെയ്യാൻ പറ്റില്ല? ദേശീയതയിലേക്ക് ആനയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പുതിയ രീതി സ്വീകരിക്കണം. അത്തരം രീതികൾ സ്വീകരിക്കാൻ, അത്തരം കവേർട്ട് ഓപ്പറേഷനുകൾക്ക് വിദഗ്ധരാണ് RSS-ന്റെ ലക്ഷ്യങ്ങളിൽ. ഇപ്പോൾ RSS-നെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് നാണക്കേടാണ്. കാരണം 90% ഹിന്ദു ജനസംഖ്യയുള്ള രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ഒരു സംസ്ഥാനമാണത്. അവിടെ തങ്ങളുടെ ഐഡിയോളജിക്ക് ഒരു തരത്തിലും വേരോട്ടം കിട്ടില്ല എന്ന നാണക്കേടാണ്. കേരളത്തിൽ പോലുമുള്ള വേരോട്ടം അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് നാണക്കേടാണ്. അപ്പോൾ അവർ ഒരു പ്ലാൻ B മാറ്റി പിടിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അണ്ണാമലയെ മെല്ലെ BJP-യിൽ നിന്ന് ഊരിയെടുക്കുന്നു, പുതിയ പാർട്ടി ഉണ്ടാകുന്നു. പുതിയ പാർട്ടി ഉണ്ടാകുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ആ പുതിയ പാർട്ടിയെ സ്വാധീനിക്കും. ഇപ്പോൾ പറയുന്ന അണ്ണാമലയുടെ പേരിൽ എന്തോ ഒരു ഫാൻസ് ക്ലബ്ബ് പോലത്തെ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു, പിന്നെ ആ പാർട്ടിയായിട്ട് മാറും. അതിലേക്ക് വരുന്ന ആളുകളെ അബ്ദുൽ കലാം റിസർച്ച് സെൻറ്ററിൽ എവിടെ കൊണ്ടുപോയിട്ട് രാഷ്ട്രീയം പഠിപ്പിക്കുമെന്നാണ്. അപ്പോൾ RSS-ഉം BJP-യും പഠിപ്പിക്കാത്ത എന്ത് പുതിയ രാഷ്ട്രീയമാണ് ഇവരെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ വിജയ് പയറ്റി തെളിഞ്ഞ രാഷ്ട്രീയം, കുറേ കൂടി ഒരു പോപ്പുലിസ്റ്റ് രാഷ്ട്രീയ ശൈലി. ആ ശൈലിയിൽ ഒരു പുതിയ പാർട്ടി വരുന്നു. മെല്ലെ മെല്ലെ അവരെ സംഘകൂടാരത്തിലേക്ക് അട്ടിത്തെളിക്കാനുള്ള ജോലിയാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുമെന്ന് RSS-നും BJP-ക്കും അറിയാം. അതുകൊണ്ടാണ് രാജിവെക്കാൻ നേരത്ത് പോയി അമിത്ഷായെ കണ്ട് ഗുഡ് ബൈ പറഞ്ഞ് ഞാൻ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിഷാദ്, BJP-യുടെ ദേശീയ അധ്യക്ഷനെ പോയി കാണുന്നു, അമിത്ഷായെ പോയി കാണുന്നു, നരേന്ദ്രമോദിയെ പോയി കാണുന്നു, BL സന്തോഷിനെ പോയി കാണുന്നു. അതിനുശേഷമാണ് അദ്ദേഹം രാജിവെക്കുന്നത്. അപ്പോൾ രാജി എന്ന് പറഞ്ഞൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നാണ് മനസ്സിലാകുന്നത്. ഇത് ശരിക്കും അണ്ണാമലയുടെ പദ്ധതിയാണോ BJP-യുടെ പദ്ധതിയാണോ? അതിപ്പോൾ ഡെസ്കിനും ബ്യൂറോയിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന ആൾക്കാർ ഇപ്പോൾ നിങ്ങളെ സാജുവിനെയൊക്കെ വന്ന് കണ്ടിട്ട് പോകുമല്ലോ എന്ന് പറഞ്ഞതുപോലെ അമിത്ഷായും പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ വന്ന് കണ്ടിട്ട് അവർ ഞാൻ പോവാണ്, പുതിയ ഉദ്യമമായിട്ട് ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു, എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞ് പോകുന്നതായിട്ടാണ് സാധാരണ നിലയ്ക്ക് അതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം തെറ്റിപ്പിരിഞ്ഞ് പോകല്ല. എന്തുകൊണ്ട് BJP-യിൽ നിന്ന് ഇറങ്ങുന്നു? ഒരു റീസൺ വേണ്ടേ? ആ റീസൺ അദ്ദേഹം പറയുന്നുണ്ടോ? BJP എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് എതിരാണ്, നമ്മുടെ സാമൂഹിക സൗഹാർദ്ദത്തിന് എതിരാണ്. അതൊരു കുഴപ്പം പിടിച്ച പ്രത്യയശാസ്ത്രമാണ്. അതിൻ്റെ ഭരണം മോശമാണ്. മോദി ഒരു ഇൻകേപ്പബിൾ ആയിട്ടുള്ള ആളാണ്, അയാളുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളല്ല, അതുകൊണ്ട് ഞാൻ വേറെ പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം വളരെ നൈസായിട്ട് ഇറങ്ങിയിട്ട് ആദ്യം ദീർഘകാലത്തെ പ്ലാൻ, നമ്മളെപ്പോഴും കാണേണ്ട കാര്യം, RSS-ന് ഓരോ സംസ്ഥാനത്തെക്കുറിച്ചും അവർക്കുള്ള പ്ലാൻ, ഈ രാജ്യത്തെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന പ്ലാൻ, അതെല്ലാം ദീർഘകാല പദ്ധതികളായിരുന്നു. അല്ലാതെ പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കി ആരെങ്കിലും കൂട്ടി അവിടെ അധികാരം പിടിച്ചേക്കാമെന്ന് പറയുന്ന പരിപാടി അവർക്കില്ല. അധികാരത്തിൽ വന്നതിന് ശേഷം അവർ പല അട്ടിമറികളും പവർ ഉപയോഗിച്ച് നടത്തും. പക്ഷേ ആ പവറിലേക്ക്, ആത്യന്തികമായി ആ പവറിലേക്ക് വരാൻ അവർ സമയമെടുക്കും. അതിനുവേണ്ടി അവർ അധ്വാനിക്കും. ബംഗാളിലെ അവരുടെ അധ്വാനം നമ്മൾ കണ്ടതാണ്. അധ്വാനത്തിൻ്റെ ഫൈനൽ മൊമെൻറ്റിലാണ് അവർ ഈ പറയുന്ന പോലുള്ള ഈ SIR പോലുള്ള പരിപാടികൾ ഉപയോഗിക്കുക. അതിനുള്ള ഗ്രൗണ്ട് അവർ സെറ്റ് ചെയ്യാൻ അവർ അധ്വാനിക്കും. ഇതിലും അദ്ദേഹത്തിന് ലോങ് ടൈം ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നു. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, BJP-യുടെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം പരമാവധി പണിയെടുത്ത് നോക്കി, വർക്കായില്ല, അദ്ദേഹത്തെ പതിയെ മാറ്റി. ഇപ്പോൾ അദ്ദേഹം ഒരു പരിഭവവും പറയാതെ ഇറങ്ങിപ്പോകുന്നു. അദ്ദേഹത്തിന് BJP-യോട് വിമർശനമുണ്ടോ ഇറങ്ങിപ്പോകുമ്പോൾ? എന്തുകൊണ്ടാണ് BJP വിടുന്നത്? അദ്ദേഹം വിശദീകരിക്കത്തില്ലല്ലോ. അപ്പോൾ അത് വിശദീകരിക്കാത്തതിൻ്റെ കാരണം BJP എന്ന് പറഞ്ഞ ഐഡിയോളജിയെ ഞാൻ തള്ളിപ്പറഞ്ഞു. BJP മുന്നോട്ട് വെക്കുന്ന ഹിന്ദു ഏകത അല്ലെങ്കിൽ ഏകശിലാത്മക രാഷ്ട്രം എന്ന ആശയത്തെ തള്ളിപ്പറയാൻ പറ്റില്ല. കാരണം ആ ആശയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം വർക്ക് ചെയ്യാനും പോകുന്നത്. ഇതൊരു പ്രത്യേക പരിപാടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് ആളുകളെ കൂട്ടുക, പതിയെ ആളുകളെ കൂട്ടിയതിന് ശേഷം ഒരു ബദൽ രാഷ്ട്രീയ ശക്തിയായിട്ട് വരുന്നവർ. BJP അതിനെ പലതരത്തിൽ കാണുന്നു. നോക്കുമ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ആളെ കിട്ടുന്നുണ്ട്, വിജയ്ക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. പലതരത്തിലുള്ള ഇത്തരം പോപ്പുലിസ്റ്റ് മൂവ്മെൻറ്റുകളുടെ കൂടെ പുതിയ ചെറുപ്പക്കാർ കൂടുന്നു. കാരണം ഇപ്പോൾ മാറ്റവും പുതിയത് എന്നൊരു വാഞ്ച
ഒരു ത്വര ചെറുപ്പക്കാർക്കിടയിലുണ്ട്. എന്തുകൊണ്ടാണ് വിജയ് ജയിച്ചത്? വിജയ് ഭയങ്കരമായിട്ടുള്ള മലമറിക്കുന്നു വിചാരിക്കുന്നുണ്ടല്ല. പുതിയൊരു സംഗതി വേണം, ഇതെല്ലാം ഒന്ന് മാറണം, മൊത്തം ഒന്ന് കളർഫുൾ ആവണം, ചേഞ്ച് ആവണം എന്ന് പറഞ്ഞ ഒരു മൂഡ് പുതിയ ചെറുപ്പക്കാർക്കിടയിലുണ്ട്. അതിനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന സ്ട്രാറ്റജിസ്റ്റുകൾ കണക്കൂട്ടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മൂവ്മെൻറ്റുമായിട്ട് അവിടെ റെഡിയായിട്ട് നിൽക്കും. വിജയ് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ഉദയനിധി സ്റ്റാലിൻ പ്രസംഗിക്കുന്നതാണോ നമുക്ക് മനസ്സിലാവും. അതായത് വിജയുടെ കൂടെ നിന്ന് ജയിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ മണ്ഡലം മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല, ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നു. ഇതല്ല നിങ്ങളുടെ മണ്ഡലം, മറ്റേതാണെന്ന് പറഞ്ഞു. ഒരു MLA നന്ദി പറയാൻ വേണ്ടി വന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഈ തകുതി ഈ സ്ഥലം നിങ്ങൾ ഇവിടെ അല്ല, അപ്പുറത്താണ് ജയിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന നില. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ കുറേ ജയിച്ച ആളുകളുടെ ക്വാളിഫിക്കേഷൻ അവർക്ക് എങ്ങനെയാണ് ജനബന്ധം എന്നതിനെ കുറിച്ചൊക്കെയുള്ള. അപ്പോൾ ഞാൻ കാണുന്നത് BJP കാണുന്നതും വിജയിയുടെ പ്രസംഗങ്ങൾ, വിജയുടെ സിനിമാറ്റിക് ആയിട്ടുള്ള ഡയലോഗുകൾ എന്നിവ പ്രയോഗവൽക്കരിക്കാനും യാഥാർത്ഥ്യവൽക്കരിക്കാനും വിജയ്ക്ക് കഴിയില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ വിജയും ആളുകൾക്കിടയിൽ അൺപോപ്പുലർ ആവുകയും വിജയ് ദുർബലമാവുകയും ചെയ്യും. വിജയ് എങ്ങനെ ദുർബലമാകും? വിജയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വളരെ രാഷ്ട്രീയ ശക്തിയോടെയുള്ള ഇടികളെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അദ്ദേഹം പൊളിറ്റീഷ്യൻ അല്ല. രാഷ്ട്രീയത്തിൻ്റെ പല വഴികളിലൂടെയുള്ള സമ്മർദ്ദം തമിഴ്നാടിനെ ഞെരുക്കും. ആ ഞെരുക്കത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ വില്ലുണ്ടാവണം. അത് ആർക്കില്ല? വിജയ്ക്കില്ല. വിജയ് ദുർബലനായി വിജയ് വീഴുമ്പോൾ പഴയ DMKയിലേക്ക് നമ്മൾ തിരിച്ചു പോകണോ, അതോ ഇതാ ഒരു പുതിയ മൂവ്മെൻറ്റ് വരുന്നു, ഒരേ സമയം രാഷ്ട്രീയം പറയുന്ന യുവാവിൻ്റെ കരിസ്മയുള്ള രാഷ്ട്രത്തിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന അണ്ണാമലൈ എന്ന് പറഞ്ഞ പഴയ സിവിൽ സർവീസ് ഓഫീസർ ഇതാ വരുന്നു. ആ സാധ്യതയെ പ്രയോജനപ്പെടുത്താമെന്ന് വളരെ വിശാലമായി കണക്കൂട്ടുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വിജയേയും വീഴ്ത്തും. വിജയ് ജയിക്കുമ്പോൾ വളരെ സൈലൻ്റായിട്ട് ഇപ്പുറത്ത് BJP നിൽക്കുന്നത് അടിക്കാൻ വേണ്ടി തന്നെയാണ്. വിജയ് അതിൽ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാലികളെ ഉള്ള കന്നുകാലി വധം നിരോധിക്കുന്ന ഉത്തരവ് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ട് അതിനെതിരെ ഒരു നിലപാട് ഇപ്പോഴും പറയാൻ കഴിയാത്തതും പൊളിറ്റിക്കലി വീക്കാണ് ആ പാർട്ടി അമിത്ഷായോട് മുട്ടുനിൽക്കാനുള്ള ശേഷി അതിനില്ല. അത് പോരാടി വീഴും. അതിനൊക്കെ വലിയ പുള്ളിയായ മമത വീണു. അവിടെ അവർ പ്ലേസ് ചെയ്യാൻ കാണുന്ന ഒരു പ്ലാൻ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണിത്, ഒരു സംശയമില്ല. അല്ലെങ്കിൽ അണ്ണാമലയെ പുറത്തിറങ്ങി വന്നിട്ട് പറയണം, മോദിക്ക് ഒരു കഴിവില്ലാത്ത ഭരണാധികാരിയാണെന്ന് പറയാൻ ഇദ്ദേഹം തയ്യാറാവണം. അദ്ദേഹം പറയത്തില്ലല്ലോ. അദ്ദേഹം ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ തള്ളി പറയത്തില്ല. സാജു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലൈ പഠിച്ച പണി പതിനെട്ട് നോക്കിയതാണ്. പക്ഷേ BJPക്ക് ഒരു സാധ്യതയും അവിടെ ഉണ്ടായിരുന്നില്ല. അണ്ണാമലയെ അവിടെ തമിഴ്നാട്ടുകാർ തൂത്തെറിഞ്ഞത്. അങ്ങനെയുള്ള അണ്ണാമല തന്നെയാണല്ലോ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അണ്ണാമലയോട് തമിഴ്നാട്ടുകാർക്ക് ഒരു എതിർപ്പുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ? BJP കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അണ്ണാമലയെ ആളുകൾ തൂത്തെറിഞ്ഞത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? നൗഫലെ IPS ഓഫീസറായിരുന്ന അണ്ണാമലൈ നമ്മൾ നോക്കുമ്പോൾ സിംഗം അണ്ണാമലൈ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് BJPയുടെ ഈ ആദ്യ പ്ലോട്ടിൽ ഏതായാലും സിംഗമായിട്ട് പോയിട്ട് എന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്നും ആവാൻ കഴിയാതെ അദ്ദേഹം ആ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നു. അതൊരു ദൗത്യത്തിൻ്റെ ഇടവേളയായെന്ന് കണ്ടാൽ മതി. കാരണം അണ്ണാമലയെ പോലെ ഒരാളെ ആ പ്ലോട്ടിലേക്ക് RSS ഇറക്കിയത് ദീർഘകാല പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. അപ്പം ആ ആദ്യ പ്ലോട്ടിൽ ഒന്ന് പാളി, അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഫലമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ ആ പ്ലോട്ടൊന്ന് മാറ്റിവെക്കുന്നു, മറ്റൊരു പദ്ധതി നിർവഹണം ഉണ്ടാക്കുന്നു. അതിലൂടെ ഒളിച്ചു കടത്തുക എന്ന് പറയുന്ന RSSൻ്റെ എല്ലാ കാലത്തെയും ബൃഹത്തായ പദ്ധതി, അവർ ഏറ്റവും വിജയകരമായി എല്ലാ കാലത്തും നടത്തിയിട്ടുള്ള പദ്ധതി, ആ പദ്ധതിയുടെ മറ്റൊരു തലമായി മാത്രമേ ഞാനിതിനെ കണക്കാക്കുന്നുള്ളൂ. നമ്മൾ അങ്ങനെ കാണേണ്ടതുള്ളൂ. കാരണം അതിനിപ്പം ഇട്ടിരിക്കുന്ന പേര് ചിലപ്പം വലിയ വലിയ പേരുകളൊക്കെ കൊടുക്കുന്നുണ്ടാവും. വി ദ ലീഡർ ഫൗണ്ടേഷൻ എന്ന NGO, അത് നേരത്തെ തന്നെ അദ്ദേഹം നേരത്തെ BJP ചേരുന്നതിന് മുമ്പ് IPS വിട്ടിറങ്ങി വരുന്നപ്പോൾ തന്നെ ഈ NGO ഉണ്ട്. ഇപ്പം അത്തരം നമ്പറുകൾ ഒക്കെ പറഞ്ഞുകൊണ്ട് യുവാക്കളെയൊക്കെ ഒപ്പം കൂട്ടുക എന്നതൊക്കെ ആയിരിക്കാം ഉദ്ദേശിക്കുക. പക്ഷേ അപ്പോഴും ഒരു രാഷ്ട്രീയ പദ്ധതി മുന്നോട്ട് വെക്കേണ്ടി വരും. ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, APJ അബ്ദുൽ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കും, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ഏറ്റവും പ്രാദേശിക തലത്തിലുള്ളവർക്ക് പോലും പരിശീലനം കൊടുക്കും. അപ്പോൾ എന്ത് പരിശീലനമാണ് കൊടുക്കുക? അവിടെ ഒരു രാഷ്ട്രീയ പദ്ധതി പറയേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ, അല്ലാതെ വെറുതെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പോകണം. അപ്പോൾ അത് ആർക്കെതിരെ എന്താണ് പറയാൻ പോകുന്നത്? എന്തായിരുന്നു ഇതുവരെ അണ്ണാമല ചെയ്ത? ദ്രാവിഡ കക്ഷികളെ, അവരുടെ ശക്തിയെ കുറയ്ക്കുക എന്ന നിലയിൽ അവർക്കെതിരെ കടന്നാക്രമണം നടത്തുക എന്ന പണിയാണ് ഇതുവരെ എടുത്തുകൊണ്ടിരുന്നത്. ആ പണി വിജയിച്ചിട്ടില്ല ഈ ഘട്ടത്തിൽ പോലും അണ്ണാമലയ്ക്ക്. അപ്പോൾ അടുത്ത പദ്ധതി എന്ത് എന്നാണ് അദ്ദേഹം ആദ്യം വിശദീകരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കാൻ തമിഴ് ജനതയ്ക്ക് കഴിയുള്ളൂ. യെസ്, തമിഴ്നാട്ടിൽ അണ്ണാമലയെ ലക്ഷ്യം വെക്കുന്നത് എന്താണ്, BJP ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അതിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരും.